ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൈപ്പയ്ക്ക പുളിക്കറിയാണ്. അത് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കൈപ്പയ്ക്ക പുളിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഞാനിവിടെ 2 കൈപ്പയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളി, ഇത് ചെറിയ ഉള്ളിയാണ്. ഇത് നീളത്തിൽ അരിഞ്ഞത് 1 കപ്പ് വേണം. പിന്നെ ഇത്തിരി അങ്ങോട്ട് കൂടിയോ കുറഞ്ഞോ ഒന്നും ഇരുന്നുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടത് ഒരു തക്കാളിയാണ്. അതൊരു വലിയ തക്കാളി വേണം. പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. മുളക് പൊടിയും പച്ചമുളകും ഒക്കെ എല്ലാവരും അവരവരുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. തേങ്ങാക്കൊത്തിന് വേണ്ടിയിട്ടൊരു തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പുളി കലക്കി വെക്കണം. കലക്കി അതിന് ആവശ്യമുള്ളത് ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ശർക്കര ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മധുരം അനുസരിച്ചിട്ട് അപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ എത്ര വേണ്ടെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് ചക്കരയോ ശർക്കരയോ പിന്നെ അല്ലെങ്കിൽ വെല്ലമോ എന്ത് വേണേലും ഉപയോഗിക്കാം. വെല്ലം എടുക്കുമ്പോൾ കുറച്ച് ഉപ്പ് അതിൽ കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം കറിയിൽ ഉപ്പ് ചേർക്കാൻ. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. പക്ഷേ ടേസ്റ്റ് വെല്ലോ ശർക്കരയോ ഒക്കെ ചേർക്കുന്നതാണ്. പിന്നെ ഇതിന് ആവശ്യമായ പൊടികളൊക്കെ നമുക്ക് കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിൻ്റെ എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ ആദ്യം പാവയ്ക്ക അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ നടുക്കൂടെ ഒന്ന് കീറിയിട്ട് പിന്നെ ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കും. പിന്നെ തക്കാളി ഒന്ന് അടിച്ചെടുക്കണം. പച്ചമുളക് നീളത്തിൽ കീറിയെടുക്കണം. ഇതാ പാവയ്ക്ക എല്ലാം ക്ലീൻ ചെയ്ത് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരുകൾ എല്ലാം മാറ്റിയിട്ട് ഇതാ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ അളവ് ഞാനിപ്പം നോക്കിയപ്പോൾ ഇതൊരു അരിഞ്ഞ ശേഷം ഇതൊരു 2 കപ്പുണ്ട്. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ ഒരു 2 ഉണക്കമുളക് പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. പണ്ടൊക്കെ കറിക്കൊക്കെ എല്ലാവരും കറി വെച്ച ശേഷമാണ് കടുക് പൊട്ടിച്ചിട്ട് കറിയിലേക്ക് ഇടുന്നത്. ഇപ്പോൾ ഒക്കെ എല്ലാവരും എളുപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യം കടുക് പൊട്ടിച്ച ശേഷം അതിലേക്ക് ഇട്ടിട്ടാണ് എല്ലാം വഴട്ടിയൊക്കെ എടുത്ത് കറിയാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകെല്ലാം പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കണം. ഇതിനിപ്പോൾ പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴട്ടിയെടുക്കണം. ഇപ്പോൾ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമുക്ക് തേങ്ങാക്കൊത്തും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങാക്കൊത്തിന് വേണ്ടിയിട്ട് തേങ്ങ എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് വിളഞ്ഞ തേങ്ങ വേണം എടുക്കാൻ. മൂപ്പ് കുറഞ്ഞ തേങ്ങ എടുത്താൽ അത് തേങ്ങാക്കൊത്ത് അത്ര നന്നാവില്ല. ഒന്നുകിൽ നല്ല വിളഞ്ഞ തേങ്ങ എടുക്കണം. അതല്ലെന്ന് വെച്ചാൽ കുറച്ചുകൂടെ വെള്ളം വറ്റി കുറച്ചൊരു കൊട്ടത്തേങ്ങ പോലെ ആയ തേങ്ങ വേണം എടുക്കാൻ. തേങ്ങാക്കൊത്ത് അരിയുമ്പോൾ ചെറുതായിട്ട് അരിയണം. നമ്മൾ ഈ ചിക്കൻ കറിയിലൊക്കെ ഇടുന്ന മാതിരി കുറച്ച് വലുതായിട്ട് അരിഞ്ഞിടരുത്. സാധാരണ നമ്മൾ കയ്പ്പയ്ക്ക കറിയൊക്കെ വെച്ചാൽ നല്ല കയ്പ്പായിരിക്കുമല്ലോ. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ വലിയ കയ്പ്പൊന്നും ഉണ്ടാകത്തില്ല. ഇതാ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൽ 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഇത് പിരിയമുളക് പൊടിയാണ്.
ഒരു പാകത്തിന് എരിവും ഉണ്ടാകും, ഒരു കൊഴുപ്പും ഉണ്ടാകും. ഞാനിവിടെ കാശ്മീരി മുളകല്ല ഉപയോഗിക്കുന്നത്, ഇത് പിരിയ മുളക് പൊടിയാണ്. നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കാശ്മീരി മുളക് പൊടിക്ക് ഇതിലും എരിവ് കുറവാണ്. ഇത് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഇത് മൂപ്പിക്കണം. ഈ പിരിയമുളക് പൊടി 2 തരത്തിലുണ്ട്. നല്ല എരിവുള്ള പിരിയമുളക് പൊടിയുണ്ട്, എരിവ് കുറഞ്ഞ പിരിയമുളക് പൊടിയുണ്ട്. ഇത് ഞാൻ ഉപയോഗിക്കുന്ന എരിവ് കുറഞ്ഞ പിരിയമുളക് പൊടിയാണ്. അപ്പോൾ അതിനാകുമ്പം എരിവും പാകത്തിന് കിട്ടും, കൊഴുപ്പും പാകത്തിന് കിട്ടും, നല്ല നിറവും ഉണ്ടായിരിക്കും. ഇതിലേക്ക് ഇനിയും തക്കാളി അരച്ച് വെച്ചിരിക്കുന്ന ഒഴിക്കാം. ഇത് നന്നായിട്ട് വഴറ്റി എടുക്കണം. ഞാൻ ഈ കൈപ്പയ്ക്ക വരട്ടിയപ്പോൾ ഒത്തിരി എണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തായിരുന്നു. എണ്ണ പോരാന്ന് തോന്നിയപ്പോൾ ഒരു ശകല എണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തായിരുന്നു. നിങ്ങൾ അങ്ങനെ വഴട്ടുമ്പോൾ എണ്ണ പോരായെങ്കിൽ ഒരല്പം എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം. നന്നായി ഇത് വരണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് പുളിയെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇത് നമുക്ക് ലാസ്റ്റിൽ കറിച്ച് നോക്കിയിട്ട് പുളി പോരായെങ്കിൽ ബാക്കി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഞാനൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ. നമുക്കിത് വെന്തോന്നൊന്ന് തുറന്ന് നോക്കാം. ഇതാ കൈപ്പയ്ക്കയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്, പാകത്തിന് ചാറൊക്കെ കുറുകിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. ഞാൻ ആ 1 ടേബിൾ സ്പൂൺ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സമയത്ത് ഉപ്പും പുളിയും മധുരവും എല്ലാം കൂടെ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് പോരായെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം. ഇതിനി ഒരു 2 മിനിറ്റും കൂടെ അടച്ചു വെക്കണം. നമുക്ക് തുറന്ന് നോക്കാം. ഒരു 2 നുള്ള്, 1/4 ടീസ്പൂൺ വേണ്ട, ഒരു 2 നുള്ള് ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് വാങ്ങിയെടുക്കാൻ. കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം.